അപ്പൊ ജാസ്മിൻ ഉണ്ട് ഗബ്രീനെ വിളിക്കുന്നു, അങ്ങോട്ട് അടുത്തേക്കോ പറഞ്ഞു. അപ്പൊ ഇവിടെ അടുത്തേക്ക് വരാൻ വിചാരിച്ചു, ഇങ്ങനെ വന്നു. അപ്പൊ എന്നിട്ട് ചോദിക്കാണ്, ഞാൻ ഇന്ന് കുളിക്കണോ നാളെ കുളിക്കണോ? സത്യമായിട്ടുണ്ടായത് അപ്പൊ ലൈവില്, ഇന്ന് കുളിക്കണോ നാളെ കുളിക്കണോ? നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് വ്യാഴാഴ്ചത്തെ എപ്പിസോഡ് കേട്ടോ. ഇന്ന് ദിവസം എന്താണെന്നുള്ളത്, ഡേ എന്താണെന്നുള്ളത് അവരെ പോലെ നമ്മളും മറന്നിട്ടുണ്ട്. ഡേ നമ്പർ എത്ര എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ എപ്പിസോഡ് പ്ലസ് ഇന്നത്തെ ലൈവ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആസ് യൂഷ്വൽ വീഡിയോ ആണ്. കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, വളരെ സ്പീഡായിട്ട്. പ്ലസ് കാണാൻ നിന്നില്ല കേട്ടോ, അല്ലേ ഇത് പ്ലസ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ലൈവ് കണ്ടിട്ടുണ്ട്. അതെ, പക്ഷെ എന്നാലും പ്ലസ് എപ്പിസോഡ് നമ്മൾ റിവ്യൂ ചെയ്തില്ല. കാരണം അപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. കാരണം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആവാന്നുള്ള ഒരുപാട് കമന്റ്സ് വരുന്നതുകൊണ്ട് കഴിയുന്ന നേരത്തെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. ലൈവ് കണ്ടതൊക്കെ തന്നെ ഉള്ളൂ, പക്ഷെ എന്നാലും എപ്പിസോഡ് വൈസ് നമ്മൾ പറയുന്ന സമയത്ത് കേട്ടോ ഏതൊക്കെ എപ്പിസോഡിൽ കാണിച്ചു ഏതൊക്കെ കാണിച്ചില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തേക്ക് കിടക്കുമ്പോൾ രാവിലെ തന്നെ ആസ് യൂഷ്വൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അടി. കാരണം ഇന്നിപ്പോൾ സിബിൻ തന്നെ ആ ഒരു ഡയലോഗ് പറഞ്ഞു. കാരണം അടിയിൽ രാവിലെ ബിഗ് ബോസ് ഹൗസിൽ അടിയാ, എന്നും അടിയാണ്. അല്ലാണ്ട് ഇപ്പോൾ അവരൊന്നും ഇങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഒരു ഇതും ഉണ്ടാവില്ല, ഒരു അനക്കം ഓളം വരുന്ന ചിലപ്പോൾ ഒരുപക്ഷെ അടി ഉണ്ടായിരിക്കും. പക്ഷെ സാധാരണ മനുഷ്യന്മാർ തമ്മിൽ ലൈഫിൽ ഇങ്ങനെ അടിണ്ടെങ്കിൽ ആലോചിക്കില്ലേ, എന്നും രാവിലെ ഇതിന് ഇവിടെ ഓപ്പോസിറ്റ്. ഇവിടെ രാവിലെ കുറച്ചൊരു അടി കൂടും, പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും ഒന്ന് സെറ്റിൽ ആവും, എല്ലാവരും ഭയങ്കര കുറച്ച് ഹാപ്പിയാവും. എപ്പോഴും പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ രാവിലെ ഓക്കെയും ഉച്ചയ്ക്ക് ശേഷം ടാസ്ക് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടാവാം. ഇത് ടാസ്കിന്റെ ഇടയിൽ ഫൈറ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലാതെ രാവിലെ തന്നെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ജാസ്മിന്റെ ടിഷ്യൂ അല്ലേ? ഇത് ചെറിയൊരു വീഡിയോ നമ്മൾ മറ്റേ ചാനലിൽ ഇട്ടിരുന്നു. ചെറിയ ഷോർട്സ് ആയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ്സ് ഒക്കെ ടോക്ക് ട്യൂബേഴ്സ് എന്ന സൈറ്റിൽ കേട്ടോ. അപ്പോൾ പിന്നെ രാവിലെ തന്നെ സായും സിബിനും പിന്നെ ജാസ്മിനും കൂടി ഇരിക്കുന്ന സമയത്ത് അവിടെ നമ്മളെ ജിൻഡോയുടെ വരവ് അല്ലേ, ജിൻഡോ വന്നിട്ട് ടിഷ്യൂവിന്റെ കാര്യം പറയാണ്. ഇപ്പോൾ ജാസ്മിൻ അവിടെ ടിഷ്യൂ, സിബിനും ഇവരൊക്കെ പറയുമ്പോൾ ജാസ്മിൻ അവരെ കൂടെ ഉണ്ട്. അപ്പൊ ജാസ്മിൻ പറഞ്ഞു, ഞാൻ ഈ ടിഷ്യൂ ഇടുന്ന പരിപാടി നിർത്തി, ഞാൻ എല്ലാം ഡസ്റ്റ്ബിനിലാണ് ഇടാറ് പറഞ്ഞു. അപ്പൊ തന്നെ ശ്രീതു ക്യാപ്റ്റനെ വിളിച്ചിട്ട് ജിൻഡോനെ വിളിച്ചിട്ട് റൂമിൽ കാണിച്ചു കൊടുത്തു. ഒരു ടിഷ്യൂ ബെഡിന്റെ മുകളിൽ ജാസ്മിൻ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നിന്നതായിരുന്നു. മേക്കപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ടിഷ്യൂ ആയിരുന്നു. പക്ഷെ അപ്പോഴേക്കും മോർണിംഗ് ടാസ്ക് ആയപ്പോൾ അവളവിടെ ഇട്ട് പോന്നു. അപ്പോൾ ജിൻഡോ വന്ന് ചോദിച്ചു, ജാസ്മിൻ ടിഷ്യൂ അവിടെ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ വന്ന് ചോദിച്ചു, അതിന്റെ മുകളിൽ അങ്ങോട്ട് കത്തി. പിന്നെ ജാസ്മിന് വൃത്തിയില്ല. എന്താ പറയാ, പല സിറ്റുവേഷനിലും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്ന ആൾക്കാരാകുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ആരും എല്ലാത്തിലും പെർഫെക്റ്റോ അല്ലെങ്കിൽ തികഞ്ഞ ആൾക്കാരല്ല. പക്ഷെ സംഭവിക്കുന്നത് എന്താ പറയുക, ഒരാളെ ഭാഗത്തു നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരിക, ആ വ്യക്തി പ്രത്യേകിച്ച് ഭയങ്കര അറോഗൻസ് ഉള്ള ആളാവുക, ഭയങ്കര ഈഗോ ആണ്. ക്ഷമ ചോദിക്കാനോ പെട്ടെന്ന് അത് അയ്യോ സോറി, അവരൊറ്റടിക്ക് അയ്യോ സോറി മിസ്സായി പോയി എന്നും പറഞ്ഞാൽ നേരെ അങ്ങോട്ട് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ചെയ്യില്ല. അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ജിൻഡോയിലുള്ള സ്ക്രീൻ സ്പേസ് പിന്നെ വരാതെയാവും. നേരെ മറിച്ച് അത് അവിടെ ഒരു ഇഷ്യൂ ആക്കി മാറ്റുന്ന സിറ്റുവേഷൻ ജാസ്മിൻ തന്നെ എടുക്കുന്നത്. എന്താ ചില ആൾക്കാർക്ക് മൈൻഡ് സെറ്റ് അങ്ങനെയായിട്ടായിരിക്കട്ടോ. നമ്മളത് മോശമായിട്ട് പറയല്ല, പക്ഷെ പിന്നെന്താ വെച്ചാൽ നമ്മളത് എല്ലാം കണ്ടുകൊണ്ട് സായിൻ്റെ പ്രത്യേകത അല്ലേ, ഒന്നിലും മനഃപൂർവ്വം കയറിയിട്ട് ഒരടിയിലെല്ലാം ആവശ്യമില്ലാത്ത ഒരു പരിപാടിക്കില്ല. ഒരു നല്ലൊരു ഫ്രെയിം ഷോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഞങ്ങൾ ബാക്കിൽ ഈ സ്ക്രീൻ ഇതെങ്ങനെയുണ്ട് പരിപാടി, ഈ ബാക്കിലുള്ള ഈ ഇത് മറ്റേ പിക്ചർ കാണിക്കുന്ന കുറച്ച് ആൾക്കാർ പറഞ്ഞു. പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് ഈ കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരുമെന്നുള്ള അറിയില്ല, ഈ പിക്ചർ ഉപയോഗിക്കുന്നതുകൊണ്ട്. കാരണം നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുക്കുന്നത് വാട്സാപ്പിന്നാണല്ലോ. ഓക്കെ, അത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അടി നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ന്യായീകരണവും പ്രശ്നങ്ങളൊക്കെ വരുന്നു. ഈ ടിഷ്യൂവിൽ തുടങ്ങിയിട്ടുള്ള ഈ പ്രശ്നം പിന്നെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ് അല്ലേ? ഈ ടിഷ്യൂവിന്റെ പ്രശ്നം പറഞ്ഞ് ഹാളിൽ ഇരിക്കുകയാണ് ഇവര്. അതിന്റെ മുകളിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷെ സിബിൻ അപ്പോൾ ഒരു അക്ഷരം മിണ്ടണില്ല കേട്ടോ. സംസാരിക്കുന്നത് ജിൻഡോയും ജാസ്മിനും തമ്മിലാണ് ഈ അടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജാസ്മിൻ വിട്ടുകൊടുക്കണില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുക. ജിൻഡോ ആണെങ്കിൽ കയറി പറഞ്ഞ് എന്തൊക്കെയോ എത്തി. അങ്ങനെയായിരുന്നു. അല്ല, ഈ ഹോളിലേക്ക് കിടക്കുന്നതിന് മുന്നേ അപ്പോൾ സ്ലൈഡ് നോക്കിയപ്പോൾ മനസ്സിലായത്, ഈ ഹോളിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആക്ച്വലി ഇവർ പുറത്ത് സംസാരിച്ചിട്ടുള്ള കാര്യം ജാസ്മിൻ്റെ ഇഷ്യൂ ആണ്. ജാസ്മിൻ്റെ കാര്യമാണല്ലോ അവിടെ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോറാണ് വന്നിട്ട് ചോദിച്ചു കേട്ടോ, രാവിലെ കണ്ടില്ലേ എപ്പിസോഡിലെ കാണിച്ചത്. നോറാണ് വന്നിട്ട് നേരെ ചോദിക്കുന്നത്, എന്താ എന്നെ പറ്റി പറഞ്ഞത്, എന്നെ പറ്റി എന്താ പറഞ്ഞത്. നോറേനെ പറ്റി ആരോടെ പറഞ്ഞിട്ടില്ല. അത് മെല്ലെ എന്താ പറയുക, ആ കേസും കൂടി മെല്ലെ ഏറ്റെടുക്കാമല്ലോ. നോറ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, സീരിയസ് ആയിട്ട് നോറ അങ്ങനെ എല്ലാവരെയും വാച്ച് ചെയ്തിട്ട് അത് ഒരു മൈൻഡിലൊരു കാൽക്കുലേഷൻ വെച്ച് ആരോടൊന്നും പറയാൻ കിട്ടിയില്ലെങ്കിൽ വാഷ്റൂമിലേക്ക് ഒറ്റ പോക്കാം. എന്നിട്ട് ആ മിററിലോട്ട് നോക്കിയിട്ട് പറയും, ഇങ്ങനെ ഇത് കാട്ടിയിട്ട് പറയും, എനിക്കെന്താ അവരത് ചെയ്ത് ശരിയാണോ അങ്ങനെയാണോ ചോദിക്കും. ഒരു ആവശ്യമില്ല, ആക്ഷനൊക്കെ ഇട്ട് മിററിലേക്ക് നോക്കിയിട്ട് കുറച്ച് സംസാരിക്കും. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ ഒരു ആവശ്യമില്ലാതെയാണ് നോറയുടെ ഭാഷ കേൾക്കാൻ ഭയങ്കര രസമാണ്, എനിക്കിഷ്ടമാണ്. എന്താ മറ്റേ കളിയൊക്കെ എന്നൊക്കെ തോന്നുന്നില്ലേ കോഴിക്കോട് ഭാഷ. അല്ല, എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞോടുകൂടി നെക്സ്റ്റ് മേജർ അടി സ്റ്റാർട്ട് ചെയ്യാണ് വിധു.
ചെരുപ്പിന്റെ ഇഷ്യൂ. അപ്പോൾ നമ്മൾ ജിൻഡോ എടുത്തിട്ടു. ജാസ്മിൻ ചെരുപ്പിടാണ്ടെയാണ് എല്ലായിടത്തും കൂടി നടക്കാറ്, ബാത്റൂമിലും നടക്കാറ് ചെരുപ്പിടാതെയാണ്. എന്നിട്ട് സെറ്റിയിൽ കയറിയിരിക്കും, കാലൊക്കെ കയറ്റി വെക്കും. അപ്പോൾ അവിടെയൊക്കെ വൃത്തികേടല്ലേ, ചെരുപ്പിടാണ്ടല്ലേ ഫുള്ള് നടക്കണത്. എന്താ അറിയോ, സാധാരണ സിറ്റുവേഷനിൽ നമ്മളൊരു വീട്ടിലൊന്നും നമ്മളിപ്പോൾ ചെരുപ്പിട്ടല്ല നടക്കുക. ഇപ്പം നമ്മൾ നമ്മളൊരു ബാത്റൂമിലും അല്ലാത്ത ഇവിടെ ഉണ്ടാവും. പക്ഷേ ഞാൻ പറയാം, നമ്മളെ മിക്ക സിറ്റുവേഷനുകളിലും ചില സ്ഥലത്ത് ഇതുപോലെ ഇപ്പോൾ കുട്ടികളൊക്കെ കയറുന്ന സമയത്തും നമ്മള് പിന്നെ കാല് കഴുകിയിട്ടാവും ഇറങ്ങുക തിരിച്ചു വരുമ്പോ. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ ബിഗ് ബോസ് ഹൗസിലെ വാഷ്റൂം എന്താ പറയുക, ഇത് വീടുകളിൽ എല്ലാ വീടുകളിലും ഇപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടൊന്നല്ല. അത് പ്രാക്ടീസ് ചെയ്യാത്ത വീടുകൾ മോശം അൺഹൈജീനൊക്കെ ആണെന്നല്ല. പക്ഷെ നമ്മളെന്താ പറയുക, നമ്മൾ ഒറ്റയ്ക്ക് കഴിയുന്ന പോലെയല്ല എല്ലാവരും കൂടി. അതെ, അപ്പോൾ ഒരുപാട് പേര് വാഷ്റൂമിൽ പോണതാണ്. പിന്നെ എന്താ വെച്ചാൽ അവിടെ ടോയ്ലറ്റും നമ്മൾ കുളിക്കുന്നതും രണ്ടും വേറെ വേറെ അല്ലേ. അപ്പോൾ അവിടെ കയറിയിട്ട് അവിടെയൊക്കെ ചെരുപ്പിടാണ്ട് നടന്നിട്ട് പിന്നെ ആ ചെരുപ്പ് കാലം തന്നെ കയറ്റി വെക്കുന്നത് ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല, ചിലവർക്ക് ഇഷ്ടം. പക്ഷെ അവിടെ ചെരുപ്പിടാണ്ട് നോറൊക്കെ ചെരുപ്പിടാണ്ട് തന്നെ നടക്കാറ്. പക്ഷെ അപ്പൊ അതിൽ അങ്ങോട്ട് കയറി അപ്പൊ സിബിനെ എന്തോ പറഞ്ഞു. അതിൽ സിബിൻ അതിലൊന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. സിബിൻ എന്തിനോ ചിരിച്ചു. ഇയാളെന്താ പറഞ്ഞപ്പോ ഇയാള് പിന്നെ ഇവള് പറഞ്ഞു കഷത്തെടുത്തത് എന്തോ പറഞ്ഞു. ഉത്തരത്തിലുള്ളത് കിട്ടിയില്ല, കഷത്ത് അങ്ങനെ എന്തോ സംഭവം പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു കഷത്തൊന്നും പറഞ്ഞു. ജിൻഡോ പറഞ്ഞു കഷത്തൊന്നുമില്ല, അതൊക്കെ സംസാരം അതൊരു മോശം പോലെയായി, എന്തോ കളഞ്ഞു അങ്ങനെ എന്തോ പറഞ്ഞു. അതിൽ സിബിനൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ചു, അതൊരു കോമഡി ആയിട്ട് ചിരിച്ചു. അപ്പോൾ സിബിനുമായിട്ടും ജാസ്മിൻ ഒരു ദേഷ്യമായി അങ്ങോട്ട് സംസാരിച്ചപ്പോൾ സിബിൻ പറഞ്ഞു, ജാസ്മിൻ നീ ചെയ്തത് തെറ്റാണ്, നിന്റെ കാലിൽ നിറച്ച് ചളിയാണ്, ഞാനത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ പിന്നെ മിണ്ടാണ്ടിരുന്നതാണ്, ഇപ്പം ഞാൻ പറയണത് തെറ്റാണ്. പക്ഷെ അത് തെറ്റാണ് എന്നുള്ളത് അവിടെ റസ്മിനും എല്ലാവരും പറഞ്ഞു ജാസ്മിൻ വേണ്ട കാല് താഴ്ത്തിയിട്ട്. പക്ഷെ ജാസ്മിൻ കാല് താഴ്ത്തിയിട്ടില്ല. പിന്നെ മാത്രല്ല ബിഗ് ബോസ് വളവൻ അത് സൂം ചെയ്ത് വരെ കാണിച്ചു കാല്, കറക്റ്റ് കാല്. ഞാൻ അവള് പറഞ്ഞ കാല് ഇങ്ങനെ പൊട്ടുന്ന അസുഖം ഉണ്ട്. അപ്പൊ സായി പോയിട്ട് പറഞ്ഞു ഇന്നാ ഞാൻ എന്റെ ചെരുപ്പ് ഇട്ടോ നീ എന്നൊക്കെ പോയി പറയുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ എന്താ പറയാ, ആ ഒരു സിറ്റുവേഷനിൽ സോറി ഇത് ഇങ്ങനെയാണെന്ന് അങ്ങനെ പറയില്ല. ഇത് ആ ഒരു അരഗൻസിൽ പറയുന്ന സമയത്ത്, ഈഗോയിൽ അരഗൻസിൽ പറയുന്ന സമയത്ത്. പിന്നെ മാത്രല്ല ഇത് കഴിഞ്ഞോട് കൂടി എന്ത് ചെയ്താൽ ഈ കാല് ഇറക്കി വെച്ചില്ല, അവിടെ ഇരുന്നു. അപ്പൊ ഇവരെന്നെ പറയുന്നുണ്ട് കാരണം നമുക്ക് ഈഗോ ആണ് എന്നുള്ളത്. അപ്പോൾ അതാണ് സ്ഥിതി. ജിൻഡോനായിട്ട് അടി. ഈ അടീൻ്റെ കൂട്ടത്തിൽ ജിൻഡോ വേറൊരു സംഭവം കൂടി ഉണ്ടായി. അത് ജിൻഡോ പിന്നീട് പോയി സോറി പറഞ്ഞു കേട്ടോ. അതായത് അവിടെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടല്ലോ, ഈ ക്ലോസറ്റിൻ്റെ മുകളിൽ സാധാ ഈ വെസ്റ്റേൺ സ്റ്റൈലിൽ ഇരിക്കുന്നതിൻ്റെ മുകളിൽ കാല് ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ഒരു സംഭവം ഉണ്ട് എന്നുള്ള സംഗതി പറഞ്ഞിട്ട് ആരോ ഇരിക്കുന്നുണ്ട്, ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. കാരണം ഈ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ ഹൈജീൻ റിലേറ്റഡ് ഇഷ്യൂ ഉണ്ട് അതിപ്പോൾ കയറിയിരിക്കുന്നവരോ. പക്ഷെ അത് നാളെ ജാൻമണി പറഞ്ഞു ഭയങ്കര ഡേഞ്ചറസ് സാധനം, ഈ പൊട്ടിച്ചടി വീഴുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി പറഞ്ഞപ്പോൾ ജിൻഡോ എന്താ ജിൻഡോ പറഞ്ഞു ഈ കാലം കൊണ്ടാണ് അയിമിൽ പോയി ഇരിക്കുന്നുണ്ടാവും, എന്നിട്ട് അതേ വരവും ഇവിടേക്ക് വരുന്നത് ജാസ്മിനാന്ന് ഉറപ്പില്ല. പക്ഷെ അത് ഇവർ പോയി സംസാരിച്ച് സായിയും ഇവനോ തോന്നുന്നില്ല, സിബിനോ തോന്നുന്നു, ആരോ പോയി സംസാരിച്ച് അതിനുശേഷം ജിൻഡോ പോയിട്ട് മാപ്പ് പറഞ്ഞു. അവൾ അപ്പോളജി അക്സെപ്റ്റ് ചെയ്തില്ല. അതിനിടയ്ക്ക് ഞാൻ എന്തേ വരാത്തെന്ന് ചോദിച്ചു. ഗബ്രി എന്തേ വരാത്ത ഗബ്രിക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകത എന്താ വെച്ചാൽ ആരെവിടെ എന്ത് പ്രശ്നം നടക്കും ജാസ്മിനെതിരെ നടക്കുകയാണെങ്കിൽ ഗബ്രി എവിടുന്നെങ്കിലും ചാടി വീഴും. പിന്നെ എല്ലാരും നേരെ ഇതിന്റെ നേരിക്കല്ലേ, അത് നിർത്തൂല, സംസാരിച്ചോണ്ടേയിരിക്കും, എന്തൊക്കെയോ പറയും. വെറുതെ ജാസ്മിനെ കണ്ടോ, ഈ സീനിലെ കണ്ടോ മെല്ലെ. അതിൽ ഏറ്റവും രസമായത് കണ്ടോ ഈ ഫ്രെയിം ഉണ്ടോ, സായിയുടെ നൃത്തം. ഇത് നല്ല അടിപൊളി ഫ്രെയിം ആയിരുന്നു. കാരണം കൈ ഇങ്ങനെ വെച്ചിട്ട് രണ്ടുപേരും അടി കൂടാത്ത രീതിയിൽ കണ്ടോ, ഒന്നുമില്ല ഒന്നും മിണ്ടറില്ല. എന്താ പറയുക, ബാക്കിയുള്ളവരോട് മാറാൻ പറയണേ. ഇപ്പോൾ സാധാരണ ഇതിൽ രണ്ടുപേരും അടിപൊളി കൂടുമ്പോൾ ഇതുവരെയുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഒക്കെ എന്തൊക്കെ അവർ പിടിച്ച് ഒന്തി മാറ്റുന്നത്. സായി ആ പരിപാടി ഒന്നുമില്ല. സായിക്ക് ഇങ്ങനെ സായിനെ സംബന്ധിച്ചത് സായിയുടെ ബേസിക് പരിപാടി എന്താ, അടി വേണം, അടിക്കട്ടെ എന്നുള്ള കണ്ടീഷനല്ലേ. സത്യം തന്നെയാണ്, അടിക്കണമെങ്കിൽ അടിക്കട്ടെ, രണ്ട് വർത്തമാനം പറയട്ടെ, എന്തിനായി പിടിച്ച് മാറ്റാൻ നിൽക്കണേ. അപ്പോൾ വളരെ കറക്റ്റായിട്ടും കൈ ഇങ്ങനെ വെച്ചിട്ട് പിടിച്ചൊന്നും നേരെ തിരിച്ചു വന്നു അല്ലേ, ചിരിച്ചുകൊണ്ട് ആ ഒരു ഫ്രെയിം. അപ്പോൾ അതൊന്ന്. പിന്നെ എന്താ ഇവിടെ ജാൻമണിക്ക് വേറെ എന്തോ പ്രശ്നം. ജാൻമണി മൈക്ക് ജസ്റ്റ് സാരി ഇട്ടപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരു ചെറിയ പ്രശ്നം. അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി, നോറയുടെ ഇഷ്യൂ അല്ലേ.
മൂഡ് സ്വിങ്സ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താന്ന് വെച്ചാല് ഈ ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പ്രശ്നം ഉണ്ടല്ലോ, ജാസ്മിൻ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ ജിൻഡോ, അങ്ങനെയാണ് പറയണത്. ജാസ്മിൻ തിരിച്ചും പറയണ്ട കേട്ടോ, ജാസ്മിൻ ഒറ്റപ്പെട്ടിട്ടൊന്നല്ല കളിക്കണം. അപ്പൊ നോറ ജിൻഡോനോട് പറഞ്ഞു, എന്തിനാ അവളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ തന്നെ, അതെനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് അവള് കാല് കയറ്റി വെക്കുന്നത്. പിന്നെ അവൾക്ക് പീരീഡ്സ് ആണെന്ന് അറിയില്ലേ, പീരീഡ്സ് ആണ്, അതിന്റെ മൂഡ് സ്വിങ്സ് ആണ്. അപ്പൊ അത് നിങ്ങൾ മുതലാക്കുകയാണ്. റസ്മിനോട് പറയല, ഓപ്പൺ ആയിട്ട് പറഞ്ഞു, അവിടെ ഇരുന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. അതില് അടുത്തിരിക്കുന്നവർക്കൊക്കെ ഇഷ്ടമായില്ല ഫുഡ് കഴിക്കുമ്പോ പീരീഡ്സ്. അതിപ്പോ ഫുഡ് കഴിക്കുമ്പോ അത് പറഞ്ഞു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതപ്പം അവളെ താങ്ങി. പക്ഷെ ഞാൻ അതെല്ലാം ആലോചിക്കണേ, ഇതിന് മാത്രം മൂഡ് സ്വിങ്സോ? അല്ല, മൂഡ് സ്വിങ്സ് മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനൊന്നും ഇവിടെ പറയുമ്പോ ആർക്കും ഒരു അല്ല, നമ്മളെ വീട്ടിലൊക്കെ ഇത് പറയുമ്പോ ആരും ശരിയാണ് ഈ പറഞ്ഞൊരു ഇവിടെയും എല്ലാ സ്ഥലത്തും ഇത് വെച്ചാൽ ഞാൻ ഇവളുടെ കേസിലൊക്കെ ചില സമയത്ത് എൻ്റെ ഭാഗത്ത് തന്നെ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് പലപ്പോഴായിട്ട്. അപ്പോൾ മൈക്കിൽ കൂടി പറയും, മൈക്ക് ഇത് ക്യാമറയിൽ കൂടെ എന്താ ഇത് ചില നമ്മളെ കാര്യങ്ങൾ പറയല്ലേ, അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ അത്രയ്ക്കൊക്കെ ചിലപ്പോൾ ചിലവർക്ക് നല്ലോണം ഉണ്ടാവും. എനിക്ക് നമുക്ക് ദേഷ്യമൊക്കെ കൂടുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊരു 3-4 ദിവസമൊക്കെ അങ്ങനെ ഉണ്ടാവും, ഒക്കെ അറിയില്ല. അവിടെ കണ്ടസ്റ്റൻസിന് പിന്നെ അവിടെ 3-4-5 ദിവസം പീരീഡ്സാന്ന് പറഞ്ഞാൽ പിന്നെ മൂഡ് സ്വിങ്സാ അറിയില്ല. പക്ഷെ അതിന് വേറെ കാര്യം ഉണ്ട്. ഇത് ജിൻഡോ അതൊരു സംഭവമാക്കി എടുത്തു എന്ന് പറഞ്ഞു കേൾക്കണം. ഞാൻ ജിൻഡോ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ ജിൻഡോ അങ്ങനെ പറഞ്ഞു. കാരണം വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇവർ തമ്മിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ, പുറത്തുനിന്ന് സെറ്റാക്കി വന്ന ആൾക്കാരാണെന്നുണ്ട് നോറ അടുത്ത് പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും ആ ടൈമിൽ ചിലപ്പോൾ ഇമോഷൻസ് ഒക്കെ കൂടുതലുണ്ടാവും. അതായത് കരച്ചിൽ വരികയാണെങ്കിൽ കരച്ചിൽ വരും, ദേഷ്യം വരികയാണെങ്കിൽ ദേഷ്യം വരിക, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അല്ലാണ്ട് ഒരു എന്താ പറയുക, ഒരു അസുഖം പോലെ പറഞ്ഞിങ്ങനെ പ്രശ്നമാക്കണ്ട. നോറ അതിങ്ങനെ പറഞ്ഞല്ലോ. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും ജിൻഡോ ആ സംസാരിച്ചോട് കൂടി ബാത്റൂമിലേക്ക്, വാഷ്റൂമിൻ്റെ ഏരിയയിലേക്ക് പോകുന്നു. പിന്നെ ആസ് യൂഷ്വൽ നോറയുടെ അഭിനയം, പെർഫോമൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളെ ഗബ്രിച്ചൻ വീണ്ടും വന്ന് അതിലൊക്കെ ഇടപെട്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഒന്ന്. പിന്നെ അടുത്തത് വേറെ എന്താണ്, പിന്നെന്താ, പിന്നെ അതിനിടയ്ക്ക് ജാസ്മിൻ കിടന്നുറങ്ങി. അപ്പൊ പട്ടി വെച്ചു. ജാസ്മിന് അവര് ഇതിന് ശിക്ഷ കൊടുത്താലല്ലേ അവർക്ക് പോയിന്റ് കുറയ്ക്കാതിരിക്കുള്ളൂ. അപ്പൊ അവര് ജാസ്മിന് ശിക്ഷ കൊടുത്തു കേട്ടോ. പക്ഷെ ആ ശിക്ഷ എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മളെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിലെ ബിന്ദു പണിക്കരല്ലേ, എന്തായിരുന്നു പേര്, നമ്മളെ സുന്ദരിയുടെ മറ്റേതേ ഈ ബിന്ദു പണിക്കര്, പിന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടീവ് ലുക്ക്. അയ്യോ എന്തായിരുന്നു, യമുന റാണി എന്താ മനസ്സിലായി, യമുന റാണിന്റെ പടം എന്താന്ന് മനസ്സിലായില്ല. കൗസല്യ അങ്ങനത്തെ അതില് ബിന്ദു പണിക്കരുടെ റോള് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവള് പിന്നെ ചെയ്തതൊന്നുമില്ല. അപ്പൊ പിന്നെ അവര് പ്രത്യേകിച്ച് അവരൊരു ശിക്ഷ മാറ്റി കൊടുത്തു ഉച്ചയ്ക്ക് ശേഷം. അതായത് ആ ഗ്ലാസുകൾ ഫുള്ള് എണ്ണ, ഒരു കൊറേ മിറർ ഉണ്ട്, കൊറേ ഗ്ലാസുകൾ ഉണ്ട്, അതെണ്ണ, അത് ഒരുപാട് കോൺസെൻട്രേഷൻ പോണോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ജാൻമണിയുടെ ഇഷ്യൂ ഉണ്ടായത് ഇവരെന്തായാലും തീരുമാനിച്ചു. ജാൻമണി എന്തോ തെറ്റി, ആ ജാൻമണിക്ക് നോറയുടെ ടീമിനെ ഒന്നും പവർ ഗ്രൂപ്പിക്ക് എടുത്തത് ഇഷ്ടമായില്ല, സായിയുടെ ടീമിനെ നെസ്റ്റിന് എടുത്തത് ഇഷ്ടമായില്ല. അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ നോറ ഉള്ളത് കാരണം ജാൻമണിക്ക് ഇഷ്ടമല്ല. ജാൻമണി പറഞ്ഞു നോറ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് ശരിക്കും പറഞ്ഞു. പക്ഷെ ഇവര് പറഞ്ഞു ഇത്ര പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവണില്ല. ജാൻമണിക്ക് ഒറ്റ കാര്യമുള്ളൂ, നോറ അതിലുണ്ട്, നോറ പവർ റൂമിൽ കയറരുത്. അതുകൊണ്ട് പക്ഷെ വിൻ ചെയ്തൂല, ഇവരെന്നെ വിൻ ചെയ്തുല്ലോ. പവർ ടീം തന്നെ ഇനിയും പവർ ടീമായിട്ട് തുടരുന്നത് അവർ തന്നെയാണല്ലോ. അപ്പൊ ജാൻമണിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം നോറ പവർ ടീമിൽ വരരുത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ജാൻമണിക്ക്. ഇതൊരു പ്രാർത്ഥനയായിരുന്നു ഒരു ജാൻമണി. പിന്നെ അടുത്ത് നമ്മളെ സായിന്റെ ബ്രെഡ് ഫസ്റ്റ് ചലഞ്ച് സായി ഭയങ്കര നന്നായി ചെയ്തു. എന്ത് സ്പീഡിലാ ചെയ്തറിയോ. ടാസ്കും കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ സിബിൻ ആ ജ്യൂസ് കുടിക്കല് അതിന് ഉറക്കെ ഒട്ടും ചെയ്യാൻ പറ്റിയില്ല, സിബിൻ നന്നായി. പിന്നെ തേർഡ് വൺ ഇതേപോലെ ഫുട്ബോള്, അത് സായി കളിച്ചു, ഋഷി നന്നായി കളിച്ചു. പക്ഷെ ഋഷി കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരുന്നു എന്ന് മാത്രം. ഈ ഡാൻസ് അത് സ്പോൺസർ ടാസ്കാ. അത് ഐസ്ക്രീം കഴിച്ചിട്ട് പോയിട്ട് ആ സംഭവം ഒട്ടിക്കുക, അത് ഒന്നുമില്ല. അത് എല്ലാവരും ഐസ്ക്രീം കഴിച്ചിട്ട് ഓടിയിട്ട് ഒരു 2 ഗ്രൂപ്പായിട്ട് ഇതൊക്കെ. പിന്നെ അർജുനും ശ്രീതും ആ ഒരു സംഭവം, അർജുനും ശ്രീതും തമ്മിൽ ഒളിപ്പിച്ചു. എന്തെങ്കിലും റിംഗ് എടുത്തു, ബാൻഡ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒളിപ്പിച്ച് നടക്കണ്ട. ഡയലോഗ് ഉണ്ട്, ഞങ്ങളും ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഫെബ്രുവരി ഇരുന്ന് പറഞ്ഞിട്ട്, കാരണം അവരുള്ളതായിരിക്കും ഒരു പക്ഷേ. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ഇഷ്യൂ. പിന്നെ വേറെ എന്താന്ന്, ഇന്ന് പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഇന്ന് നന്ദൻ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. നാളെ ബർത്ത്ഡേ ആണോ, ഇന്നിപ്പോ സെലിബ്രേഷൻ. വേറൊരു കാര്യം ഞാൻ പറയണ്ട്. ഇപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ മുമ്പ് ഞാൻ ലൈവിൽ കണ്ടതാണ്, കുട്ടാടെ കണ്ടിട്ടില്ല. ഇവര് ടേബിളിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാണ്, ജാസ്മിനും ഗബ്രിയും. ഇതൊരു കോമഡിയാ. അപ്പൊ ജാസ്മിൻ ഉണ്ട്, ഗബ്രീനെ വിളിക്കുന്നു, അങ്ങോട്ട് അടുത്തേക്ക് പറഞ്ഞു. അപ്പൊ കൂടെ അടുത്തേക്ക് വരാൻ വിചാരിച്ചു, ഇങ്ങനെ വന്നു. അപ്പൊ എന്നിട്ട് ചോദിക്കാണ്,
ഞാൻ ഇന്ന് കുളിക്കണോ നാളെ കുളിക്കണോ, സത്യമായിട്ടുണ്ടായത് അപ്പം ലൈവില്, ഇന്ന് കുളിക്കണോ നാളെ കുളിക്കണോ. അപ്പൊ ഗബ്രു റെഡി, കുഴപ്പമില്ല നാളെ കുളിച്ചാൽ മതി. അപ്പൊ ഇവള് ചോദിക്കാം കുഴപ്പമില്ലാന്നേ ഉള്ളൂ, ആ കുഴപ്പമില്ല നാളെ കുളിച്ചാൽ മതി. അപ്പൊ ഗബ്രു ചോദിക്കണേ ഇന്ന് സ്മെല്ലുണ്ടോ അറിയാനാണോ അടുത്തേക്ക് വന്നത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആ അതെ സ്മെല്ലുണ്ടോ അറിയാനാ. ഇങ്ങനെ ഒരു ഇത്രയും കളിയാക്കിയിട്ട് കുളിക്കാൻ മടിയുള്ള ഒരു കുട്ടി. അറ്റ്ലീസ്റ്റ് നേരെ ആയിക്കോട്ടെ. ഞാൻ കുളിക്കാൻ മടിയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ മടി ഞാൻ ആദ്യമായിട്ടാണ്. ഇത് ശരിക്കും ഇത് കോമഡി ആയി. ശരിക്കും അടുത്തേക്ക് വിളിച്ചിട്ടേ സ്മെല്ലുണ്ടോ നോക്കിയിട്ട് നാളെ കുളിച്ചാൽ മതിയോന്ന്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബാക്കി നിങ്ങളുടെ എല്ലാ കമൻസിനും നിങ്ങളുടെ വ്യൂസ് സമയം കണ്ടെത്തി ഈ വീഡിയോ കാണുന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. കമൻസിൽ നിന്ന് പിന്നെ യൂട്യൂബിൽ ചെറിയ എറർ ഉണ്ടായിരുന്നു, നിങ്ങൾ അയക്കുന്ന കമൻസ് ഒന്നും കാണാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ശരി, അപ്പോൾ ആരുടെയും കമൻസ് നമ്മൾ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ എക്സ്ട്രീംലി സോറി കേട്ടോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും പറയണം. ഒരുപാട് സന്തോഷം, ഒരുപാട് പിന്നെ പുള്ളിയുടെ പേര് എനിക്കറിയില്ല. കമൻറ്റ് ചെയ്ത ഒരാൾ ഇത് എൻ്റെ ജലദോഷത്തിനെ പറ്റി പറഞ്ഞ ഒരാളുണ്ടല്ലോ, അത് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സംഭവം പറഞ്ഞിട്ടുള്ളത് ബിഗ് താങ്ക്സ് ഉണ്ട് ബ്രോ. എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ, ഞാൻ നെക്സ്റ്റ് ഇതിൽ എന്തായാലും പറയാം. എക്സ്ട്രീംലി സോറി, ഞാൻ എഴുതി വെക്കാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ബ്രോ എക്സ്ട്രീംലി സോറി വന്നത്. പിന്നെ ബിഗ് താങ്ക്സ് ഉണ്ട് ജലദോഷത്തിന്റെ സംഗതി പറഞ്ഞു തന്നതിൽ. പിന്നെ സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്നവര് ഒരുപാട് പേര്. നമുക്ക് ഒരു ദിവസം ലൈവ്, ഞങ്ങൾ ഒരു ദിവസം ലൈവ് വരാം കേട്ടോ. നമ്മൾ ഏതെങ്കിലും സമയം ശ്രീകാന്ത് സ്ഥിരം നമ്മളെ ശ്രീകാന്ത് കുറെ വ്യൂ പോയിന്റ് ഒക്കെ വളരെ എല്ലാവരും പെട്ടെന്ന് ഓർത്താണ്. നമുക്കൊരു കാര്യം ഞങ്ങൾ പിന്നീട് നമുക്കൊരു ലൈവ് സെഷൻ അപ്പം നമുക്ക് എന്താ വെച്ചാൽ നമുക്കൊരു ലൈവ് സെഷൻ പോലെ നമുക്കൊരു ലൈവ് പോവാം. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് അപ്പോൾ നമുക്ക് സംസാരിക്കാമല്ലോ കേട്ടോ. മീൻസ് അലോട്ട് നിങ്ങളെ സപ്പോർട്ട് വേണം കേട്ടോ. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്സോ സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ചിലപ്പോൾ പകൽ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ രീതിയിൽ നിന്നിട്ട് ഒരുപാട് കോമഡിയും പരിപാടിയുടെ ആരെയും ഒഫൻഡ് ചെയ്യാറുണ്ട്, എന്നാലും കുറച്ചൊക്കെ ഇതിലായിട്ട് വീഡിയോസ് ചെയ്യും. പക്ഷെ ചില സമയത്ത് എനിക്കറിയാം പകൽ ഞാൻ ചെയ്യുന്ന മറ്റുള്ള ടോപ്പിക്സിലെ വീഡിയോസ് ഒരു പക്ഷേ ചിലപ്പോൾ കുറച്ച് ഹാർഷായിരിക്കാം. അത് നമ്മൾ ഞാൻ അങ്ങനെയാണ്. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഒന്നും കൂടി ഡിപ്ലോമാറ്റിക് ആയി വിഷമിപ്പിക്കാത്ത രീതിയിൽ പറയുന്നൊരു ടൈപ്പാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എൻ്റെ ചില സമയത്ത് പകലുള്ള വീഡിയോസ് കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഒന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതും ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നതും രണ്ടും ഡിഫറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ, ഗുഡ് നൈറ്റ്.